അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അടുത്ത പ്രമോയിലേക്ക്. അങ്ങനെ തേജസ്സിനെ അവിടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ശാലിനി. അത് കഴിഞ്ഞ് വിഷ്ണു വീണ്ടും ഹാളിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അന്നേരം വിഷ്ണു ഓർക്കാണ് എൻ്റെ ശാലിനി അവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷേ ശാലിനി അവിടെ കാണുന്നില്ല. ഇങ്ങനെ നെഞ്ചിങ്ങനെ തുടിക്കുകയാണ് വിഷ്ണുവിൻ്റെ. അന്നേരം വിഷ്ണു ആ മാലയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് വിഷ്ണു. ഇവിടെ നോക്കുമ്പോൾ സത്യഭാമ തേജസ്സിനായിട്ട് ഒരുമിച്ച് ഇന്ന് സംസാരിക്കുന്നതാണ് സ്റ്റേജിൽ ഇരുന്ന് കാണുന്നത്. പിന്നീട് ശാലിനിക്ക് അവിടെ നിന്ന് കാണുന്നുണ്ട് വിഷ്ണുവിൻ്റെ ഈ സങ്കടങ്ങളും. പക്ഷേ ശാലിനി വിഷ്ണുവിന് മുഖം കൊടുക്കുന്നില്ല. അങ്ങനെ വിഷ്ണു സങ്കടപ്പെട്ട് പുറത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ സത്യഭാമ തേജസ്സായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത കുട്ടികളുടെ കലാപരിപാടികളാണെന്ന് പറയാണ് സത്യഭാമ. അങ്ങനെ പത്മിനിയെയും പപ്പിയെയും ഒക്കെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്.